Like, comment, and subscribe. പോയിട്ട് കഴിഞ്ഞാൽ കോടന്നൂരിലേക്ക് കേൾക്കും. അതാരാ അങ്ങനെ ഒരു ഹോയ് വിട്ടത്? രമണി, നീയാണോ ഹോയ് വിട്ടത്? നമ്മുടെ അനീഷ്. അത് ശരി, നീയാണ് ഇത്ര വലിയ ഹോയ് വിട്ടത്? താങ്ക് യു സോ മച്ച്. ഞാൻ ഷമ്മീസ് ഇട്ട് നടക്കുന്ന പ്രായത്തില് എന്നെ ഒക്കെ നാട്ടുകാരുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? ദേ കാക്ക പൂച്ച എന്ന് പറഞ്ഞ് കാണിച്ചു തന്നിട്ടുള്ള എന്റെ ബാല്യകാലം. നിന്റെ വർത്താനം കുറച്ച് ഓവറാവുണ്ട് കേട്ടോ കുഞ്ഞിരാമ. ഒരു പൊടിക്കടങ്ങിക്കോ. ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നവരൊക്കെ അതെ, ഈ പറഞ്ഞത് കുറച്ച് കൂടിയിട്ടാണെങ്കിലും ഓക്കെ, കുറച്ച് കുറവാണെങ്കിലേ ഉള്ളൂ. അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് വില ഉണ്ടായിരുന്നില്ല. മനസ്സിലാക്കി കളഞ്ഞല്ല പിന്നെ. അന്നും GK ഭയങ്കര അഗ്രഗണ്യനാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൻ നിസ്സാരക്കാരനല്ലെന്ന്. ജനറൽ നോളജിന്റെ ക്വിസും ആയിട്ടായിരിക്കും ലൈവ് പ്രോഗ്രാം. കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. വളവള പറയുന്ന ഒരു കാര്യത്തോട്, നമ്മുടെ തൃശ്ശൂർ ഭാഷയിൽ വളവള പറയുന്നതിനോട് എനിക്ക് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പലർക്കും ഇത് കൊള്ളൂട്ടോ. എനിക്ക് യോജിപ്പില്ല. അതെന്താണ് നിനക്ക്? ബിഗ് ബോസിലേക്ക് എത്താൻ വേണ്ടിട്ട് ഒരുപാട് എഫേർട്ട് ഉണ്ടായിട്ടുണ്ടായിരിക്കും അല്ലെ? സർവ്വ മാസ്റ്റർ പ്ലാനും ഞാൻ തയ്യാറാക്കി കഴിഞ്ഞു. ബിഗ് ബോസ് സെറ്റ് എന്ന് പറയുമ്പോൾ ഒരു കൊട്ടാരം പോലത്തെ ഒരു സ്പേസ്, ലക്ഷറിയാണ്. അതൊന്നാമത്തെ കാര്യം. പിന്നെ ഫുള്ള് സെൻട്രലൈസ്ഡ് ചെയ്ത് വെറും സാമ്പിൾ വെടിക്കട്ടെ, പെരിയവനെ പ്രയോഗിക്കും മുമ്പുള്ള ഒരു മുന്നറിയിപ്പ്. ഓൺലി വിഷ്വൽ ഇമ്പാക്ട്. അപ്പൊ നമുക്ക് ഒരു ഹീറ്റ് വേവ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ആ കാര്യത്തിലും കംഫർട്ടബിൾ ആണ്. പിന്നെ പക്ഷെ ഇവനെ കുറിച്ച് യാതൊരു അഭിപ്രായവും നമ്മുടെ ഒരു തടിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഞാൻ അവിടെ നിന്ന് പോരണം എന്ന് പറയുന്നതിന് വല്ല അർത്ഥമുണ്ടോ ലക്ഷ്മി? വല്ല അർത്ഥമുണ്ടോ? ബുദ്ധിമാൻ. അപ്പൊ വാടകയില്ലാതെ താമസിക്കാമെന്ന് കരുതിയല്ലേ? അയ്യോ സാറിനെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ അതിനുശേഷം പിന്നാലെ അനുക്കുട്ടി കാലെടുത്ത് വെക്കുന്നു. അപ്പൊ ഈ തിരിഞ്ഞു നിന്നിട്ട് അനുവിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിട്ട്, ആരാ മനസ്സിലായില്ല എന്നൊക്കെ ചോദിക്കും. മനസ്സിലായില്ല. ഇത് ഞാൻ തന്നെയാണല്ലോ, എനിക്ക് എന്നെ മനസ്സിലായി. എന്നിട്ട് നിങ്ങൾക്ക് എന്നെ മനസ്സിലായി? അനുവിനെ അറിയേയില്ലായിരുന്നോ? ചമ്മിപ്പോയി. ദുരന്തം പറച്ചിലൊക്കെ നിർത്തിന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. പക്ഷെ ആ ഒരു ഷോയില് എൻട്രി ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഓവർ മേക്കപ്പ് ഒക്കെ ചെയ്ത് വേറൊരാളെ പോലെയാണ് എനിക്ക് തോന്നിയത്. ചേട്ടന് ഫാഷൻ ഇഷ്ടമല്ലെന്ന് എനിക്കറിയില്ലായിരുന്നു. ബിഗ് ബോസിൽ എത്തുമ്പോൾ ഒരു സ്ത്രീ വിരോധിയായിട്ട് എന്നെ ചിത്രീകരിച്ചോ? അത് പിന്നെ ഞാൻ ഒരുത്തം മാത്രം വിചാരിച്ചാ മതിയോ? കൂടെയുള്ള കോന്തന്മാരും കൂടെ വിചാരിക്കണ്ടേ? ഞങ്ങൾ തമ്മിലൊരു വാക്തർക്കം ഉണ്ടാവണ പോലെ കണ്ണടച്ച് കിടക്കണം ഞാൻ കണ്ടു. ഒന്ന് കേക്കട്ടെ? അത് ഞാൻ പറയില്ല, പറയൂല. ശരി, വേണ്ട. കട്ടി അനീഷ് എന്ന് പറയുന്ന വ്യക്തി, ഈ ഒരു ഷോനെ കുറിച്ച് എനിക്കറിയാം. ഈ ഷോന് വ്യക്തമായിട്ട് പഠിച്ചിട്ടൊന്നുമല്ല, പഠിച്ച അടവുകളൊന്നും ശത്രു സംഹാരത്തിന് വേണ്ടി പ്രയോഗിക്കേണ്ടി വരരുതേ കളരി ദൈവങ്ങളെ എന്നാണ് എന്റെ പ്രാർത്ഥന. പഠിച്ചിട്ടൊന്നുമല്ല, അല്ല ലക്ഷ്മി. ഒരു അഡ്ജസ്റ്റ്മെന്റ് പോണതാ രണ്ടുപേർക്കും നല്ലത്. ഹേർട്ടായോ അല്ലെങ്കിൽ വിഷമിച്ചൊരു മൊമെന്റ് ചെയ്താ ഒന്നുമില്ല ലക്ഷ്മി എന്നുള്ള ഉത്തരം എനിക്ക് കേൾക്കണ്ട. ഒരു ഇഷ്ടം തുറന്ന് അല്ലെങ്കിൽ പല രീതിയിലും കാണിച്ച ഒരാള്, പ്രേമം എന്ന് പറയുന്നത് നിനക്ക് പറഞ്ഞിട്ടുള്ള വികാരമല്ല. ഇഷ്ടം യഥാർത്ഥത്തിലുള്ള ഇഷ്ടമായിരുന്നില്ല, ഫേക്ക് ആയിട്ടുള്ള ഇഷ്ടമായിരുന്നു എന്ന് നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു സമയത്ത് നമുക്കൊരു വല്ലാത്തൊരു ഒരു തെറ്റിദ്ധാരണയില്ല. കണ്ടപ്പോൾ മുതൽ നമ്മൾ തമ്മിൽ നല്ല ധാരണയാണ്. ഈ മാർച്ചിങ് ശരിയല്ല. ഇത്രമാത്രം ഒരു ജെനുവിനിറ്റി ഇല്ലാത്ത ആളുകളാണോ എന്ന് തോന്നിപ്പോവും. അത്രേ ഉള്ളൂ. ശരി, എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്.